ഈ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അവിടെ പോഷക സംഘടനകൾക്കെല്ലാം അഭിപ്രായം പറയാം. അവിടെ നോക്കൂ, ഒറ്റ ഭരണത്തിൻ്റെ കീഴിൽ, ഏകാധിപതിയുടെ കീഴിലൂടെ പോകുന്ന പാർട്ടിയല്ല ഇത്. ഞങ്ങൾക്ക് അഭിപ്രായം സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷം ഈ പോഷക സംഘടനകൾ, മറ്റ് പ്രതിപക്ഷ പാർട്ടിയുടെ പോഷക സംഘടനകളൊക്കെ എവിടെയായിരുന്നു, മുട്ടിടിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഒരർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ആ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കതിനെ അംഗീകരിക്കാം. പക്ഷേ അതല്ല സാഹചര്യം. ഇപ്പോൾ KSUവിൽ എന്താണ് ഇന്നത്തെ പ്രതികരണം വരുന്നത്? അവിടെ പല ജില്ലാ കമ്മിറ്റികളും പല രീതിയിൽ ഈ നിയമനത്തെ അനുകൂലിച്ച് രംഗത്ത് വരുന്നു. സംസ്ഥാന അധ്യക്ഷനെ ആക്രമിച്ച് എറണാകുളത്തെ ജില്ലാ അധ്യക്ഷൻ വരുന്നു. തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ്റെ ഫേസ്ബുക്ക് വേറെ. അപ്പോൾ വല്ലാത്ത രീതിയിലൊരു പരസ്യ വിഴുപ്പലക്കൽ, ചെളിവാരിയേറിയൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലന്ന് കിടന്ന് തുപ്പുകയാണ്. അപ്പോൾ ഈ പോക്ക് എങ്ങോട്ടാണ്? ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ ക്ലൈമാക്സ് എന്തെന്നാണ് അങ്ങ് കാണുന്നത്? എന്നോടാണോ പ്രതീക്ഷ? അതെ അതെ അതെ, ലോങ് റണ്ണിങ് ദീർഘകാല യെസ്, അങ്ങയോടാണ്. എന്നോടാണോ? അതെ അതെ അതെ, ശ്രീ ജോർജ് പിടിപ്പാറ. എന്നോടാണോ? അതെ 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 അതെ, അങ്ങയോടാണ്. ഇത് ശ്രീകുമാർ പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു തരം ഉള്ളി തൊലിവിളിച്ച പോലത്തെ കേസല്ലേ ഇത്. ഒരു വാസ്തവത്തിൽ ഇത്രമേൽ വലിയൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇത്രയൊക്കെ കൊണ്ടാടാൻ മാത്രം ഗൗരവമുള്ളൊരു വിഷയമാണ്. മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ ഈ പറഞ്ഞ ഈ പ്ലീഡർ നിയമനത്തെ പറ്റിയുള്ള ചോദ്യത്തിൽ ലോ കോളേജിലെ KSU യൂണിറ്റ് പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് അവരിതിനെ എതിർക്കുന്നുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇട്ട് നേരിട്ട് ഇങ്ങനെ ആ ഒരു വല്ലാത്ത ഒരു ടെൻഷനിലോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് പെടുന്നതിനെ അദ്ദേഹം ഒരു പ്രതികരണം, ലോ കോളേജ് യൂണിറ്റ് ആണോ പ്ലീഡർമാരെ നിയമിക്കുന്ന കാര്യം തീരുമാനിക്കുന്നത്? അതൊന്നും അവരെ അന്വേഷിക്കേണ്ട കാര്യമല്ല, അവർ ചെയ്യേണ്ട കാര്യമല്ല. അത് ഇത്തിരി ആ വാക്കുകൾക്ക് അല്പം എന്താ പറയാ, ശ്രീകുമാർ പറഞ്ഞ പോലെ സ്ഫോടനാത്മകമായ ഭാഷ എന്നല്ല, കുറച്ചുകൂടി ഒരു VD സതീശനെ പോലുള്ളൊരു മുഖ്യമന്ത്രി, ഒരു KSU എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു വിദ്യാർത്ഥി സംഘടനയാണല്ലോ. ആ സംഘടന ഒരു അഭിപ്രായം പറയുമ്പോൾ, പ്രത്യേകിച്ചും പ്ലീഡർ നിയമനമാണ്, ലോ കോളേജ് യൂണിയൻ അവിടെ പഠിച്ചവരായിരിക്കും, അവർക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായങ്ങളുണ്ടാവും. അതിനോട് ആ രീതിയിൽ വളരെ ഷാർപ്പായിട്ട് ഒരു പ്രതികരണം നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി അടിക്കാൻ ഒരു വടി കാത്തിരുന്നത് പോലെ ഈ വിഷയത്തിൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉടൻ രംഗത്ത് വരികയും അദ്ദേഹം ഉടനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നു, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു പൊതു സംവാദത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പൊ ഒരു അവസരം കാത്തു നിന്ന പോലെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ആ വിഷയത്തെ കുട്ടികളെ ഇറക്കി ചുടുചോറ് തീറ്റിക്കുന്നത് പോലെ എങ്ങനെയും വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ രീതിയിൽ അതൊരു കാത്തിരുന്നൊരു അവസരം കിട്ടിയപ്പോ ആ അവസരം ഉപയോഗിച്ച് ആഞ്ഞടിച്ച്, ഇത് ആർക്കെതിരെയാണ് ആഞ്ഞടിക്കുന്നതെന്ന് കൂടി ആലോചിക്കണ്ടേ? 10 വർഷമായിട്ട് വരൾച്ച ബാധിച്ച് വല്ലാതെ ശുഷ്കിച്ചു പോയൊരു പ്രസ്ഥാനം ആ 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു നാടിന്റെ മുഴുവൻ അനുഗ്രഹവും, ഒരു നാടിന്റെ മുഴുവൻ എന്താ പറയാ ആഗ്രഹവും വിശ്വാസവും ഈ മുന്നണിക്ക് അവർ ചെയ്തതിന്റെ ഗുണം കൊണ്ട് മാത്രമല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ KSUവിന്റെ സമരം കൊണ്ടോ KSU മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ ഒന്നും ബലത്തിലല്ല, മറിച്ച് 10 വർഷക്കാലം, പ്രത്യേകിച്ച് അവസാനത്തെ 5 വർഷം ഒരു സർക്കാരിനെതിരെ ഉണ്ടായ ജനരോഷം, അത് UDF നടത്തിയ സമര പരമ്പരകൾ കൊണ്ടോ UDF മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ ചാരുത കൊണ്ടോ മാത്രമല്ല, അത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു പ്രതിഷേധ വോട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ. അല്ലെങ്കിൽ അന്നത്തെ സന്നിഗ്ധ ഘട്ടങ്ങൾ നമുക്കറിയാം. പതിറ്റാണ്ടുകളുടെ കോൺഗ്രസിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് പോയിന്റ് അങ്ങ് സീമകളെല്ലാം ലംഘിച്ച് നിന്ന ഘട്ടമൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എന്തായിരുന്നു? ഹൈക്കമാൻഡിന്റെ ഒരു പ്രതിനിധി, അല്ലെങ്കിൽ ഇതിന് അപ്പുറത്തേക്ക് ഒരു ഇടപെടൽ നടത്താൻ ഒരാളുണ്ടായിരുന്നു. പക്ഷേ ഈ ഇടപെടേണ്ട ആള് ഇതിന്റെ തന്നെ ഈ റേസിന്റെ ഭാഗമായി നിൽക്കുകയാണ്, തക്കം പാർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഈ മുറിവ് വ്രണമാക്കുകയല്ലേ? ഓരോ ദിവസവും പഴുത്ത് വ്രണമാക്കി അങ്ങനെ ദുർഗന്ധം ഓമിപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഓരോ ദിവസം എത്തിക്കുന്നതിന്റെ ഉത്തരവാദി ആരാണ്?
അങ്ങനെ നമുക്കിപ്പോ തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് കെ.സി. വേണുഗോപാൽ അങ്ങനെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്ന അങ്ങനെയാണല്ലോ. ഞാൻ ആ രീതിയിൽ ഇതിനെ കാണുന്നില്ല. അത്രത്തോളം ഒന്നും ഇത് പോവുകയില്ല. അലോഷ്യസ് സേവ്യറിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഒരല്പം കൂടി മയവും മാർദ്ദവും ആകാമായിരുന്നു എന്നതോടൊപ്പം തന്നെ അലോഷ്യസ് സേവ്യർ ആ കാര്യത്തെ സമീപിച്ച രീതിയിൽ ഇന്നിപ്പോ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അടക്കം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരൊക്കെ അടക്കമുള്ളവർ പറഞ്ഞതുപോലെ അദ്ദേഹം എന്തോ ഒന്ന് കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് മോഹഭംഗം ഉണ്ടാകാം, അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല, അതിന്റെ ഒരു രോഷമൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാകാം, അതിങ്ങനെ പുകയുന്നുണ്ടാകാം, നീറുന്നുണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്താ? ഇപ്പൊ നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഈ വിഷയം പൊതുമധ്യത്തിലിട്ട് അലക്കുകയാണോ വേണ്ടത്? ഒരു വിഴുപ്പലക്കി ആണോ ചെയ്യേണ്ടത്? ഈ സർക്കാരിന് 60 ദിവസം മാത്രം പ്രായമായ ഒരു സർക്കാരിനെതിരെ ഇത്രത്തോളം ആഞ്ഞടിക്കാൻ മാത്രം പോകുന്നൊരു വിഷയമാണോ ലീഡർ നിയമനം? ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത എന്താ? ഇവര് പറയുന്ന SFI പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ആ നിയമനത്തിന് ശുപാർശ നൽകിയത് താനാണ് എന്ന് ഡീൻ കുര്യാക്കോസ് അംഗീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്, ഇപ്പോഴത്തും യുവ MP മാരിലെ പ്രമുഖരിൽ ഒരാളാണ്. ശ്രീ ജോർജ് കൂടി ഒരു കാര്യം ചോദിക്കട്ടെ. കാരണം ഇന്നിപ്പോൾ എല്ലാ സുധീറിന്റെ അടക്കം പ്രതികരണങ്ങൾ താങ്കൾ കേട്ടുവല്ലോ. പിന്നീട് ഫേസ്ബുക്കിലൂടെ എല്ലാവരും പക്ഷം ചെന്ന് സംസാരിക്കുകയാണ്. സാധാരണ കോൺഗ്രസ് പ്രതിപക്ഷത്തായാലും അല്ലെങ്കിലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു വിഷയം ഇങ്ങനെ മൂർച്ഛിച്ച് വരികയാണെങ്കിൽ ആ ദിവസം പരസ്യ പ്രതികരണത്തിന് ഒരു ചാനലിലേക്ക് പോലും അവരുടെ നേതാക്കന്മാരെ വിടാറില്ല, അവരുടെ മീഡിയ സെല്ല്. പക്ഷെ ഇന്നലെ എന്താണ്, എല്ലാവരും പോട്ടെ, എല്ലാവരും സംസാരിക്കണം എന്ന് പറഞ്ഞ് അതെ, അവർ കൃത്യമായ രീതിയിൽ പ്ലാൻ ഇതിൽ കാണുന്നുണ്ട്. ഞാനത് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല. ഇതിന്റെ പിന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ് ഉണ്ട്. ആ മൂവ് എന്ന് പറയുമ്പോൾ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആളുകൾ ഏതാണ്ട് എല്ലാവരും ഒരേപോലെ സംസാരിക്കുകയാണ്. നമ്മൾ സാധാരണ CPM-ന്റെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന വക്താക്കൾ ഇരുന്ന് സംസാരിക്കുന്ന പോലെ ക്യാപ്സ്യൂൾ പരുവത്തിലാണ് സംസാരം. അപ്പോൾ ആ വന്നവരിൽ ഏറിയ പങ്കും ഇപ്പോ ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ കേരളത്തിൽ കോൺഗ്രസിൽ UDF ഉണ്ടായ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന വക്താക്കളെല്ലാം ഏകപക്ഷീയമായിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചിരുന്ന വക്താക്കളാണ്. ഞാൻ പേര് പറയാതെ തന്നെ താങ്കൾക്ക് മനസ്സിലാവുണ്ടാവും. അവരൊക്കെ തന്നെയാണ് ഇന്നലെ രംഗത്ത് വന്നത്. അപ്പൊ അവരെ മാത്രം സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ അവർ തന്നെ പോകണം, സംസാരിക്കണം, ആ ആംഗിളിൽ കാര്യങ്ങളെ കാണണം. അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു മുറിവുണ്ടെങ്കിൽ അത് അണക്കാനല്ല, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ മുറിവ് വ്രണമാക്കാനുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം ഇന്നലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാനുള്ള എല്ലാ ന്യായമുണ്ട്. അത്രത്തോളം വലിയൊരു അപരാധം VD സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്ന ചോദ്യം ആരും ചോദിക്കുന്നില്ല. ഇപ്പൊ സുധീറിന് പോലും ഇന്ന് ഈ രീതിയിലൊരു നാടകം കളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇന്ന് ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു. ഈ രീതിയിൽ തന്നെ താങ്കൾ പൊട്ടിത്തെറിക്കണം, ഈ ആർജവമാണ്, പ്രതികരിക്കാനുള്ള ശേഷിയാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ ബലം, അതിന്റെ പ്രസക്തി എന്നൊക്കെ ഇങ്ങനെ പറയേണ്ട ഒരു ഘട്ടമാണോ അദ്ദേഹത്തെ പോലുള്ളൊരു മുതിർന്ന നേതാവ്? ഇത് അത്ര വലിയൊരു ഗൗരവമാക്കേണ്ട, നമുക്ക് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാം, നമുക്ക് പറഞ്ഞു തീർക്കാം. നമ്മുടെ മന്ത്രിസഭയ്ക്ക്, നമ്മുടെ സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാകുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകരുത്. നമുക്ക് ഉചിതമായ പാർട്ടി വേദികളിൽ ഈ കാര്യം സംസാരിക്കാൻ അവസരമുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു മുറിവുണക്കൽ, ഒരു പാച്ചപ്പാണ് സുധീറിനെ പോലെയുള്ള ഒരു പ്രമുഖ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. പകരം ഉണ്ടാകുന്നത് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു, നീ ചെയ്തത് അങ്ങേറ്റം ശരിയാണ് എന്ന്, അല്ലെങ്കിൽ എല്ലാ പിന്തുണയും കൊടുക്കുന്ന പോലത്തെ ഒരു തോന്നലാണ് ഉണ്ടാവുന്നത്. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഇത്രത്തോളം വലിയൊരു സംഭവമാണ്. 2 ലീഡർമാരുടെ കാര്യത്തിലാണ് ഈ പ്രശ്നം. അതിൽ ഒരാളെ ഒരു MP ശുപാർശ ചെയ്തു എന്ന് പറയുന്നു. മറ്റേയാളുടെ കാര്യത്തിൽ ഇന്ന് അവർ പറഞ്ഞത് അദ്ദേഹം KSUവിന്റെ കേസുകളൊക്കെ കൃത്യമായി വാദിക്കുന്നു, MG യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക്, അവിടേക്ക് എവിടേക്കൊക്കെ. അപ്പൊ ഇതിനകത്തെല്ലാം കൃത്യമായ ഒരു ചേരിതിരിവ് വരുന്നു. അതൊരു തുടർച്ചയായിട്ടും നമുക്ക് കാണേണ്ടി വരും. ആ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ പാർട്ടിയിൽ ഉണ്ടായ ആ ചേരിതിരിവ്, ആ ചേരിതിരിവിന്റെ ഒരു തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി അങ്ങനെ വളരെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് ഭരിക്കേണ്ട, കിട്ടുന്ന ഏത് വടിയും ഉപയോഗിച്ച് ഞങ്ങൾ അടിക്കും എന്ന രീതിയിൽ. ഇത് എന്തൊരു കഷ്ടമാണത്. അതായത് ഈ ജനം ആശീർവദിച്ച് അനുഗ്രഹിച്ച് അവർ പ്രതീക്ഷിച്ചതിനും വലിയ ഭൂരിപക്ഷം കൊടുത്ത് അധികാരത്തിൽ വന്നൊരു സർക്കാർ, അധികാരത്തിലേറെ നിമിഷങ്ങൾക്കകം തന്നെ ജനങ്ങളുടെ മനസ്സ് കവരുന്ന ഒത്തിരി തീരുമാനങ്ങൾ കൊടുത്തു.